students, Assalamu alaikum. This is Shahina. Welcome back to my new class. I hope all are safe at your home. How was your last class? What are the things we studied in last class? We discussed HTML tables and frame tags. I hope all are very interesting to do your work. I discuss the forms. A user input. A form is a primary method for collecting information from the site visitors. After viewing this video, you will be able to create a form, add element to form, etc. What is form? I already said forms are the primary method for gathering data from the site visitors. For example, suppose we have to see some forms while registering. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ പ്രോസസ്സ് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തവരാണ്. ആ സമയത്ത് നിങ്ങൾ ഓൺലൈനായിട്ട് ഒരു ഫോം കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഫോം നിങ്ങൾ ഫില്ല് ചെയ്ത് അതിൻ്റെ താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ അവിടെ സംഭവിച്ചത്? നിങ്ങൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ, സൈറ്റ് വിസിറ്റേഴ്സ് കൊടുക്കുന്ന ഇൻഫർമേഷൻസ് സബ്മിറ്റ് ചെയ്ത് വേറെ എവിടേക്കോ പോയി. ഇതിനെയാണ് നമ്മൾ സർവറിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്ന് പറയുന്നത്. ദെൻ ആ സർവറിൽ നിന്ന് അത് പ്രോസസ്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഡാറ്റ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് നിങ്ങളുടെ യൂസർ ID, ഇതാണ് നിങ്ങളുടെ പാസ്വേഡ് എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ, നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് ബാക്ക് എൻഡ് ആപ്ലിക്കേഷൻ വേണം. ഈ ബാക്ക് എൻഡ് ആപ്ലിക്കേഷനെയാണ് നമ്മൾ CGI കോമൺ ഗേറ്റ്വേ ഇൻ്റർഫേസ്, പിന്നെ ASP സ്ക്രിപ്റ്റ്, PHP സ്ക്രിപ്റ്റ് എക്സിട്ര ഇങ്ങനെയൊക്കെ പറയണം. ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ബാക്ക് എൻഡ് ആപ്ലിക്കേഷനാണ് PHP സ്ക്രിപ്റ്റ്. ശ്രദ്ധിക്കുക, വെബ് പ്രോഗ്രാമിങ്ങിൻ്റെ ബാക്ക് എൻഡ് ആപ്ലിക്കേഷനാണ് PHP. ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? HTML ആയിരിക്കും. നിങ്ങൾ ഏത് കോഡ് നിങ്ങൾ കൊടുത്താലും ബ്രൗസർ വിൽ ഡിസ്പ്ലേ ഓൺലി ദി HTML ഡോക്യുമെൻ്റ്. നമ്മളുടെ എല്ലാ പ്രോസസ്സിങ്ങും കാര്യങ്ങളും നടത്തുന്നത് നമ്മളുടെ ബാക്ക് എൻഡ് ആപ്ലിക്കേഷനാണ്. സോ നമുക്കൊന്നും കൂടിയും എങ്ങനെയാണ് നമ്മളുടെ ഫോം HTML പേജിലേക്ക് ആഡ് ചെയ്യണതെന്ന് നോക്കാം. To insert a form in your web page, you use form tag. Form tag has many attributes. One of the important attribute is action and another one is method. The form tag block start with tag form and end with closing tag of form. Let us discuss the attributes. I give a form example. This is an HTML code for adding form in your web page. I already said form have an attribute action. Action attribute specifies where to send a form data when a form is submitted. നമ്മൾ ഒരു ഫോം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡാറ്റ ഏത് പേജിലേക്കാണ് ഓർ എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് സ്പെസിഫൈ ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് ആക്ഷൻ ആട്രിബ്യൂട്ട്. ദെൻ ഫോം ടാഗിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് റെഡ് കളറായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളതെല്ലാം ഫോമിൻ്റെ അകത്ത് വരുന്ന സബ് എലമെൻറ്റ്സ് ആണ്, അതായത് സബ് ടാഗ്സുകളാണ്. നമുക്കത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബിഫോർ ഗോയിങ് ടു ഡിസ്കസ് ദി ആട്രിബ്യൂട്ട്, ഐ നീഡ് ടു ഷോ ദി ഫോം ഔട്ട്പുട്ട്. തൊട്ട് മുന്നേ ഞാൻ ഒരു ഫോമിൻ്റെ കോഡാണ് എഴുതിയതെങ്കിൽ ഇതാണ് നമ്മളൊരു ഫോം കാണുമ്പോൾ ഔട്ട്പുട്ട് വ്യൂവിൽ കാണുന്നത്. ഇവിടെ നമ്മൾ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എലമെൻസുകൾ കാണാനുണ്ട്. ടെക്സ്റ്റ് ബോക്സ്, ടെക്സ്റ്റ് ഏരിയ, ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്, ചെക്ക് ബോക്സ്, റേഡിയോ ബട്ടൺ, സബ്മിറ്റ് ബട്ടൺ, റീസെറ്റ് ബട്ടൺ, ഇങ്ങനെ ഒരുപാട്
എലമെൻസുകൾ നമ്മൾ കാണാനുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും എന്താണെന്ന് പഠിക്കാം. I discuss the form attributes. I already said the form has many attributes. The important attributes are action, method, and name. Action attribute specifies where to send a form data when a form is submitted. It is a URL of the CGI, Common Gateway Interface program, that is going to accept data from the form. The CGI application processes the form and send response back to the browser. Method having two values, get and post. By default it having the value get. In my first class we already mentioned HTTP protocol. What is the usage of HTTP protocol? It is a hypertext transfer protocol used for web applications. Then HTTP have two messages, HTTP request and HTTP response. When we create a web page having form, we need to submit some data to the backend application. We send a request to the server. Then server returns a response to the browser. So we need to pass our information using some protocol. The protocol is called HTTP. The request method using HTTP methods like get and post. These having some difference I will discuss later. Then name attribute. What is the usage of name attribute? Yes, its name implies it is the name of the form used by the form. Then we move on details of the form elements. Some of the form elements here I mentioned: text box, password, check boxes, option button, submit button, reset button, file, hidden, images, etc. The form elements. When I insert a text box in my form, I use input tag. Majority of the form elements we use input tag with a different type attribute. So I first discuss the input element and important properties of the input attribute. First one is type. Type of input entry field. Which type of text box, combo box, drop down list, ഇത് ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യണത് അതിനനുസരിച്ച് നമ്മളുടെ ടൈപ്പ് ആട്രിബ്യൂട്ട് പേര് മാറ്റി കൊടുക്കും. നമുക്ക് വഴിയെ കാണാം. നെയിം സ്പെസിഫൈസ് ദി നെയിം ഓഫ് ദി കൺട്രോൾ. വാല്യൂ സ്പെസിഫൈസ് the data associated with the variable name to be passed to the backend application. നമ്മൾ യൂസ് ചെയ്യുന്ന ഫോമിൽ ഇപ്പോൾ നിങ്ങളൊരു ടെക്സ്റ്റ് ബോക്സിലാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നെയിം എൻ്റർ ചെയ്യാൻ പറഞ്ഞാൽ എൻ്റർ ചെയ്യും. അതാണ് നമ്മുടെ വാല്യൂ ആട്രിബ്യൂട്ടിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യണത്. ചെക്ക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് നമ്മൾ ചെക്ക് ബോക്സോ റേഡിയോ ബട്ടണോ യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടിയാണ് ചെക്ക്ഡ്. സൈസ് എന്ന് പറഞ്ഞാൽ വിച്ച് സ്പെസിഫൈസ് ദി സൈസ് ഓഫ് ദി എലമെൻറ്റ്. മാക്സിമം ലെങ്ത് എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് അലൗഡ് ഇൻ ദാറ്റ് ബോക്സ്, വെദർ ഇറ്റ് ഈസ് എ ടെക്സ്റ്റ് ബോക്സ് ഓർ ടെക്സ്റ്റ് ഏരിയ, എനിത്തിങ്. Then how to insert a text box in your form. Input type equal to text,
Name indicate the name of the text box. Value indicate the value passed to the backend application. ഞാൻ ഇങ്ങനെ ഒരു കോഡ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ കാണിച്ചിട്ടുണ്ട്. ദിസ് ഈസ് എ ടെക്സ്റ്റ് ഫീൽഡ്. നമുക്കറിയാം ടെക്സ്റ്റ് ബോക്സ് എന്തിനാണ് യൂസ് ചെയ്യണത്? ഇൻപുട്ട് റിസീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബോക്സാണ് ടെക്സ്റ്റ് ബോക്സ്. അപ്പോൾ അതൊരിക്കലും ഇൻപുട്ട് ബോക്സിൻ്റെ അകത്ത് നമ്മൾ വാല്യൂ എന്നുള്ളത് സ്പെസിഫൈ ചെയ്യാറില്ല. ഇവിടെ ഞാൻ സ്പെസിഫൈ ചെയ്യാൻ കാരണം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. വാല്യൂ എന്നുള്ള ഫീൽഡിൽ എന്താണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാല്യൂ ഇവിടെ കൊടുത്തത്. യൂഷ്വലി വാല്യൂ എന്നുള്ളത് നമ്മൾ ബ്ലാങ്ക് ആക്കിയിട്ടാണ് വെക്കാറ്. യൂസർ ഇൻപുട്ട് ചെയ്യണ സമയത്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അത് വാല്യൂ എന്നുള്ള പ്രോപ്പർട്ടിയിൽ വാല്യൂ സെറ്റ് ആവുള്ളൂ. നെക്സ്റ്റ് വി ലുക്ക് ഓൺ പാസ്വേഡ്. നമുക്കറിയാം നമ്മൾ എവിടെ പാസ്വേഡ് കൊടുക്കുകയാണെങ്കിലും അത് സ്റ്റാർ ഇട്ടിട്ടാണ് വരാറ്. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ HTML ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോൾ പാസ്വേഡിന് വേണ്ടി ഒരു ടെക്സ്റ്റ് ബോക്സ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ആട്രിബ്യൂട്ടിൻ്റെ അവിടെ പാസ്വേഡ് എന്നുള്ളത് കൊടുക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോമിൽ ഡിസ്പ്ലേ ചെയ്യേ പാസ്വേഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബോക്സ് ആയിരിക്കും. ആ ടെക്സ്റ്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും അതെന്തായിരിക്കും? സ്റ്റാർ സിമ്പലായിരിക്കും. നമുക്കിത് ചേഞ്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. യൂഷ്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാല്യൂ എന്നുള്ളത് ബ്ലാങ്ക് ആയിട്ടാണ് സെറ്റ് ചെയ്യാറ്. യൂസറിന് എൻ്റർ ചെയ്യാനുള്ള ഫീൽഡാണ് പാസ്വേഡ് എല്ലാം. നെക്സ്റ്റ് ഹിഡൻ കൺട്രോൾ. ഹിഡൻ കൺട്രോൾ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യാറ് ബാക്ക് എൻഡ് പ്രോസസ്സിങ്ങിനാണ്. ഇത് നമ്മൾ ബ്രൗസറിൽ കൊടുത്താൽ നമുക്ക് കാണാൻ പറ്റില്ല ഈ ഹിഡൻ കൺട്രോളിന്. അപ്പോൾ നിങ്ങൾ സ്വാപ്പിംഗ് ഓഫ് 2 നമ്പേഴ്സ് യൂസിങ് തേർഡ് വേരിയബിൾ എന്നുള്ള ഒരു പ്രോഗ്രാം നിങ്ങൾ സീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ സ്വാപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ടെമ്പററി വേരിയബിളിനെ യൂസ് ചെയ്തു. ഈ ടെമ്പററി വേരിയബിൾ പോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ബാക്ക് എൻഡ് അപ്ലിക്കേഷനുമായിട്ട് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് സം വാല്യൂ ഹൈഡ് ചെയ്ത് വെക്കണം. ബ്രൗസർ ഡിസ്പ്ലേ ചെയ്യാൻ പാടില്ല എങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കൺട്രോളാണ് ഹിഡൻ എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രാമിൽ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് എന്നുള്ള ഫീൽഡ് ഹിഡൻ ആക്കി കൊടുക്കും. ഹിഡൻ എന്നുള്ളത് മെൻഷൻ ചെയ്യും. സോ നമുക്ക് കൺട്രോൾസ് ഒന്നും കാണാനും പറ്റും. ചെക്ക് ബോക്സസ് നമ്മൾ യൂസ് ചെയ്യാറ് ഇഫ് എ യൂസർ വാണ്ട് ടു സെലക്ട് മോർ ദാൻ 1 ഓപ്ഷൻ. നമ്മുടെ പ്രോഗ്രാമിൽ HTML പേജിൽ ചെക്ക് ബോക്സസ് ആഡ് ചെയ്യാൻ വേണ്ടി ടൈപ്പ് ആട്രിബ്യൂട്ട് ചെക്ക് ബോക്സ് എന്നാക്കിയാൽ നമുക്ക് ചെക്ക് ബോക്സസ് ഡിസ്പ്ലേ ആവുന്നതാണ്. ചെക്ക് ബോക്സസ് നമ്മൾ സാധാരണ ഇപ്പോൾ മൾട്ടിപ്പിൾ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഏതെല്ലാം ലാംഗ്വേജസ് അറിയാം, ടിക്ക് ദി അപ്ലിക്കബിൾ വൺ എന്നൊക്കെ പറയുന്നിടത്ത് നിങ്ങൾ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി എന്നുള്ള ടിക്ക് ചെയ്ത് കൊടുക്കാറാണ് പതിവ്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ ചെക്ക് ബോക്സസ് യൂസ് ചെയ്യണത്. ചെക്ക് ബോക്സസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആട്രിബ്യൂട്ടാണ് ചെക്ക്ഡ് ആൻഡ് വാല്യൂ. ചെക്ക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൽ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ചെക്ക്ഡ് എന്നാണ് അർത്ഥം. വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി സെറ്റ് ചെയ്ത് കൊടുക്കുന്ന വാല്യൂ. ഇപ്പോൾ ചെക്ക് ബോക്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണ്ടത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആ ചെക്ക് ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്തായിരുന്നു? നമ്മളുടെ ഹോബീസ് എന്നുള്ളത് റീഡിങ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വാല്യൂ പ്രോപ്പർട്ടി. ആ ചെക്ക് ബോക്സ് എന്താണ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് റേഡിയോ ബട്ടൺ. സിമിലർ നമുക്ക് വേണ്ടത് ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ തന്നെയാണ് റേഡിയോ ബട്ടൺ യൂസ് ചെയ്യണത്. പക്ഷേ റേഡിയോ ബട്ടണും ചെക്ക് ബോക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് അറ്റ് എ ടൈം ഒരു റേഡിയോ ബട്ടനെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ യൂസേഴ്സിന് സംതിങ് സെലക്ട് ഓൺലി 1 ഓപ്ഷൻ എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കൺട്രോളാണ് റേഡിയോ ബട്ടൺ. നേരത്തെ പോലെ തന്നെയാണ് റേഡിയോ ബട്ടൺ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ടൈപ്പ് ഈക്വൽ ടു റേഡിയോ എന്നാക്കി മാറ്റിയാൽ നമുക്ക് ബ്രൗസർ വിൽ ഡിസ്പ്ലേ എ റേഡിയോ ബട്ടൺ. സെയിം ആട്രിബ്യൂട്ട്സ് തന്നെയാണ് ചെക്ക് ബോക്സിൻ്റെ പോലെ ചെക്ക്ഡും ആൻഡ് വാല്യൂ. നമ്മളുടെ ഇനീഷ്യൽ
എന്താണ് നമ്മൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത്, അതാണ് ചെക്ക് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിൽ പറയുന്നത്. സപ്പോസ് ഞാൻ പറഞ്ഞു ഒരു പേഴ്സണ് ഒരു ഓപ്ഷൻ മാത്രം സെലക്ട് ചെയ്യാവുന്ന ആപ്ലിക്കേഷൻ വരുമ്പോഴാണ് നമ്മൾ റേഡിയോ ബട്ടൺ യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ജെൻഡർ എന്നുള്ളത് ഫീമെയിൽ, മെയിൽ ഓർ അതർ, ഇങ്ങനെ 3 ഓപ്ഷനാണ് വരെ ഒരു യൂസറിനെ സംബന്ധിച്ചിടത്തോളം അപ്ലിക്കബിൾ ഏതാണോ അതിലേതെങ്കിലും ഒന്ന് മാത്രമേ ക്ലിക്ക് ചെയ്യാൻ പറ്റൂ. ഇങ്ങനെ നമ്മളുടെ ഫോമിൽ നമ്മൾ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം 3 റേഡിയോ ബട്ടൺ വേണ്ടി വരും. 1 ഫോർ മെയിൽ, 1 ഫോർ ഫീമെയിൽ, 1 ഫോർ അതർ എന്നുള്ള ഓപ്ഷനിൽ. ഈ 3 എണ്ണം സെലക്ട് ചെയ്യാൻ പറ്റാതെ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ റേഡിയോ ബട്ടൺസിൻ്റെ എല്ലാ നെയിമുകളും നമ്മൾ എന്താക്കി മാറ്റണം, ഒരുപോലെ ആക്കണം. ഇപ്പോൾ ജെൻഡർ എന്നുള്ള പേരിൽ കൊടുക്കണം. അതിനൊരു എക്സാമ്പിളാണ് നിങ്ങളുടെ ഈ സ്ലൈഡിൽ ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റേഡിയോ, നെയിം ഈക്വൽ ടു സിറ്റി, വാല്യൂ ഈക്വൽ ടു ലോം. ദെൻ നെയിം ഈക്വൽ ടു സിറ്റി, വാല്യൂ ഈക്വൽ ടു റോസ്. ഇവിടെ എനിക്ക് ഏതെങ്കിലും ഒരു റേഡിയോ ബട്ടനെ അറ്റ് എ ടൈം സെലക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് മൂവ് ഓൺ സബ്മിറ്റ് ബട്ടൺ. സബ്മിറ്റ് ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് എൻഡ് ആപ്ലിക്കേഷൻസിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സബ്മിറ്റ് ബട്ടൺ. ആക്ഷൻ ആട്രിബ്യൂട്ടിൽ നിങ്ങൾ സ്പെസിഫൈ ചെയ്തിട്ടുള്ള പേജ് ഏതാണോ അങ്ങോട്ടേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ള എല്ലാ ഡാറ്റാസും പാസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു കൺട്രോൾ യൂസ് ചെയ്യും. ആ കൺട്രോളിനെയാണ് നമ്മൾ എന്ത് പറയണത്, സബ്മിറ്റ് ബട്ടൺ എന്ന് പറയണത്. അപ്പോൾ സബ്മിറ്റ് ബട്ടൺ causes the browser to send the names and values of the other element to the backend application specified by the action attribute. ഇതാണ് സബ്മിറ്റ് ബട്ടൺ കാണുന്ന വ്യൂ. നെക്സ്റ്റ് റീസെറ്റ് ബട്ടൺ. റീസെറ്റ് ബട്ടൺ എന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ ഫോമിൻ്റെ അകത്ത് നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുള്ള എല്ലാ ഡാറ്റാസും ഡിലീറ്റ് ചെയ്യാൻ ഓർ ക്ലിയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബട്ടനാണ് റീസെറ്റ് ബട്ടൺ. ടൈപ്പ് ആട്രിബ്യൂട്ടിൻ്റെ അകത്ത് റീസെറ്റ് എന്നുള്ള വാല്യൂ സ്പെസിഫൈ ചെയ്താൽ നമുക്ക് റീസെറ്റ് ബട്ടൺ ഡിസ്പ്ലേ ചെയ്യും. റീസെറ്റ് ബട്ടൺ യൂസ് ചെയ്യുന്നത് എന്തിനാണ്, ടു ക്ലിയർ ഓൾ ദി ഇൻപുട്ട് ഇൻ ദി ഫോം. ഈ 2 ആപ്ലിക്കേഷനും നമുക്ക് ബൈ ഡീഫോൾട്ടായിട്ട് 2 കൺട്രോൾസും, അതായത് സബ്മിറ്റും റീസെറ്റും ബൈ ഡീഫോൾട്ടായിട്ട് വർക്ക് ചെയ്യും. ദെൻ നോർമൽ ബട്ടൺ ഓർ പുഷ് ബട്ടൺ, ഓർഡിനറി ബട്ടൺ. ഇത് നമ്മൾ ബട്ടൺ മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മൾ ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യും ബട്ടൺ. നമ്മൾ ഇതിൽ എന്ത് ക്ലിക്ക് ചെയ്താലും ഒരു ആക്ഷനും നടക്കൂല. സപ്പോസ് വി നീഡ് ടു ആൻ ആക്ഷൻ വെൻ ക്ലിക്കിംഗ് ദിസ് ബട്ടൺ, വി റൈറ്റ് എ ഇൻറ്ററാക്റ്റീവ് പ്രോഗ്രാം, വിച്ച് മീൻസ് ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ കോഡ് എഴുതി കൊടുക്കണം. നമ്മൾ ബ്രൗസറിൻ്റെ അകത്ത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എന്ത് ആക്ഷനാണോ നടക്കേണ്ടത് എന്നുള്ളത് നമ്മൾ കോഡ് എഴുതി സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. എന്നാൽ സബ്മിറ്റ് ബട്ടൻ്റെ അകത്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ആക്ഷനാണോ നടക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ആ ബാക്ക് എൻഡ് ആപ്ലിക്കേഷൻ പേജിൽ മതി. അത് ഓട്ടോമാറ്റിക്കലി റീഡയറക്റ്റ് ടു ബാക്ക് എൻഡ് ആപ്ലിക്കേഷൻ, അതായത് നമ്മുടെ ആക്ഷൻ ആട്രിബ്യൂട്ടിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള പേജിൻ്റെ അങ്ങോട്ട് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്ത് പോകും. ബട്ട് ബട്ടൺ ടാഗിൻ്റെ അകത്ത് അതില്ല. അപ്പോൾ നമ്മൾ എക്സ്പ്ലിസിറ്റായിട്ട് കോഡ് എഴുതി കൊടുക്കേണ്ടി വരും. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാനുണ്ട്, അപ്പോൾ പഠിക്കാം. ദെൻ ഇമേജ് സബ്മിറ്റ് ബട്ടൺ. ഇവിടെ എന്തായിരിക്കും, ഇമേജ് ആയിരിക്കും ഒരു ബട്ടൺ പോലെ ആക്ട് ചെയ്യുന്നത്. അതിനു വേണ്ടി ടൈപ്പ് ഈക്വൽ ടു ഇമേജ് എന്ന് പറഞ്ഞാൽ മതി. ദെൻ നമുക്കറിയാം ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ അതിനൊരു ലൊക്കേഷൻ ഉണ്ടായിരിക്കും. അത് നമുക്ക് ലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സോഴ്സ് ആട്രിബ്യൂട്ടായിട്ടുള്ള SRC. ദെൻ SRC സ്പെസിഫൈസ് ദി നെയിം ഓഫ് ദി ഇമേജ്. നമുക്ക് കൂടുതൽ ഒരു ടെക്സ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ ഓഫ് ടെക്സ്റ്റേ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. മൾട്ടിപ്പിൾ ലൈൻ ഓഫ് ടെക്സ്റ്റ് എൻട്രി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കൺട്രോളാണ് ടെക്സ്റ്റ് ഏരിയ. ടെക്സ്റ്റ് ഏരിയ എന്നുള്ളത് ഡിഫറെൻറ്റ് ടാഗ് ആണ്. ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇൻപുട്ട് ടാഗിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് ടൈപ്പുകളായിരുന്നു. ഇപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടാഗുകൾ തന്നെയാണ്
ഇനി അങ്ങോട്ട് പഠിക്കാനുള്ളത്. ടെക്സ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇഫ് യു വാണ്ട് ടു ആഡ് മൾട്ടിപ്പിൾ ലൈൻസ് ഓഫ് ടെക്സ്റ്റ് ഇൻ യുവർ ഫോം ദെൻ വി യൂസ് ടെക്സ്റ്റ് ഏരിയ. ദെൻ നെക്സ്റ്റ് മൾട്ടി ടെക്സ്റ്റ് ഫീൽഡ്, മൾട്ടി സെലക്ട് ഫീൽഡ്. സപ്പോസ് നമുക്ക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റോ ലിസ്റ്റ് ബോക്സോ അങ്ങനെ എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റ് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. വെൻ നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലിസ്റ്റ് ഓഫ് ഐറ്റം ഡിസ്പ്ലേ ചെയ്യും. ദെൻ ലിസ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോസ് ലിസ്റ്റ് ഓഫ് ഐറ്റംസ്. ദെൻ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് സെലക്ട് ടാഗ്. സെലക്ട് ടാഗിൻ്റെ അകത്ത് ഡിഫറെൻ്റ് ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി വി യൂസ് ഓപ്ഷൻ ടാഗ്. ഓപ്ഷൻ ടാഗ്. ദെൻ ഇപ്പോൾ ഞാൻ ഡിസ്പ്ലേ ചെയ്തതിൽ 3 ഓപ്ഷൻസ് അവൈലബിൾ ആണ്: കീബോർഡ്, മൗസ്, സ്പീക്കർ. ദെൻ നമുക്കതിൽ നിന്ന് സിംഗിൾ സെലക്ഷനും പോസിബിൾ ആണ്, മൾട്ടിപ്പിൾ സെലക്ഷനും പോസിബിൾ ആണ്. മൾട്ടിപ്പിൾ എന്നുള്ള ആട്രിബ്യൂട്ട് വഴി എനിക്ക് മൾട്ടിപ്പിൾ സെലക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ പറയാവുന്നതാണ്. ഇപ്പോൾ മൾട്ടി സെലക്ട് ഫീൽഡ് നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഹോട്ടലിൻ്റെ, അപ്പോൾ നമുക്കറിയാം നമ്മൾ മെനു ഡിസ്പ്ലേ ചെയ്യാറുണ്ട്. ഒരുപാട് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ആണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാറ്. മെനുവിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഒന്ന് മാത്രമല്ലല്ലോ സെലക്ട് ചെയ്യാറ്, മൾട്ടിപ്പിൾ സെലക്ഷൻ പോസിബിൾ ആണ്. അങ്ങനെയാണ് നമ്മളെങ്കിൽ മൾട്ടിപ്പിൾ സെലക്ഷന് വേണ്ടി മൾട്ടിപ്പിൾ എന്നുള്ള ആട്രിബ്യൂട്ടിൻ്റെ അകത്ത് നമ്മൾ മൾട്ടിപ്പിൾ എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ ഈ ഓപ്ഷൻസിൻ്റെ അകത്ത് നിന്ന് നമുക്ക് മൾട്ടിപ്പിൾ സെലക്ട് ചെയ്യാം. നമ്മൾ മൾട്ടിപ്പിൾ എന്നുള്ള ഫീൽഡ് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് അറ്റ് എ ടൈം ഒന്നേ സെലക്ട് ചെയ്യാൻ പറ്റും. ബൈ ഡീഫോൾട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ സിംഗിൾ സെലക്ഷനാണ്. അതർ കൺട്രോൾ ആണ് ലേബൽ. ലേബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ബോക്സിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നെയിം, എന്താ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നമുക്ക് എൻ്റർ ചെയ്യാനുള്ളത് അവിടെ നെയിമാണ്. ഇങ്ങനെ നമ്മൾക്ക് നമ്മളുടെ ഫോമിൽ കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാറ് ലേബൽസ് ആണ്. ജസ്റ്റ് റീഡബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കൺട്രോൾ ആണ് ലേബൽ. ലേബൽ ആഡ് ചെയ്യാൻ വേണ്ടി ലേബൽ ടാഗ് അവൈലബിൾ ആണ്. ദെൻ ഫീൽഡ് സെറ്റ്. ഫീൽഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഐറ്റംസിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യാൻ ഒരു ഫോമിൽ സ്പെസിഫിക്, ഇപ്പോൾ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്, ദെൻ നമ്മുടെ ജെൻഡർ, ഇതെല്ലാം നമ്മളൊന്ന് ഗ്രൂപ്പ് ചെയ്ത് ഡിഫറെൻറ്റ് ഡിവിഷനാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൺട്രോളാണ് ഫീൽഡ് സെറ്റ്. ഫീൽഡ് സെറ്റിൻ്റെ അകത്ത് ഏത് കൺട്രോളാണ് എന്ന് സ്പെസിഫൈ ചെയ്യാൻ ഒരു നെയിം പറയണമല്ലോ, അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലെജൻഡ്. ലെജൻഡ് ടാഗ് അസൈൻ ദി ക്യാപ്ഷൻ ഓഫ് എ ഫീൽഡ് സെറ്റ്. അപ്പോൾ ഫീൽഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഐറ്റത്തിനെ നമ്മൾ ഫോം ഫീൽഡിൻ്റെ അകത്തുള്ള ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഐറ്റത്തിനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫോം ഫീൽഡ്. നെക്സ്റ്റ് കൺട്രോൾ ഈസ് ഫയൽ. നമുക്ക് ചില കേസിൽ നമ്മുടെ ഡാറ്റ അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഇപ്പം നിങ്ങൾക്കെല്ലാം അറിയാം, ഇമേജസ്, പിന്നെ അതുപോലെ നിങ്ങളുടെ ഫോട്ടോ, സിഗ്നേച്ചർ, ഇതെല്ലാം നിങ്ങൾ ക്യാപ് രജിസ്ട്രേഷൻ സമയത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ഒരു അപ്ലോഡിങ് വരുന്ന സമയത്ത് നമ്മൾ ഏത് കൺട്രോളാണ് യൂസ് ചെയ്യുകയെന്ന് വെച്ചാൽ ഫയൽ അപ്ലോഡിങ് കൺട്രോൾ. ഇവിടെ നമ്മൾ ഫയൽ അപ്ലോഡിങ് കൺട്രോൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഇൻപുട്ട് ടാഗ് എന്നാണ് യൂസ് ചെയ്യുന്നത്, ടൈപ്പ് ഈക്വൽ ടു ഫയൽ. അങ്ങനെയാണെങ്കിൽ ബ്രൗസർ വിൽ ഡിസ്പ്ലേ ദി ഫയൽ അപ്ലോഡ് കൺട്രോൾ. അതിൻ്റെ അകത്ത് ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ടായിരിക്കും, ഒരു ബ്രൗസ് വിൻഡോയും ഉണ്ടായിരിക്കും. ഇതിൻ്റെ അകത്ത് ആസ് യൂഷ്വൽ നമ്മൾ ഇൻപുട്ട് ടാഗിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ ആട്രിബ്യൂട്ടുകളും ഇവിടെയും അവൈലബിൾ ആണ്. ഇത് വെച്ച് നിങ്ങൾക്കൊരു പ്രോഗ്രാം ലാബിൽ ചെയ്യാനുണ്ട്. ഹൗ ടു അപ്ലോഡ് എ ഫയൽ ആൻഡ് ഡിസ്പ്ലേ ഇറ്റ് എന്നുള്ള ഒരു പ്രോഗ്രാം ചെയ്യാനുണ്ട്. അത് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ബാക്കി പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫോം കൺട്രോൾസ്. ഏതെല്ലാം ഫോം കൺട്രോൾസ് നമ്മളിന്ന് പഠിച്ചു? ടെക്സ്റ്റ് ബോക്സ്, സെലക്ട് ബോക്സ്, കോംബോ ബോക്സ്, സബ്മിറ്റ് ബട്ടൺ, റീസെറ്റ് ബട്ടൺ, നോർമൽ ബട്ടൺ, റേഡിയോ ബട്ടൺ, ചെക്ക് ബോക്സ്, ടെക്സ്റ്റ് ഏരിയ, എക്സിട്ര.
ഇതെല്ലാം നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡാറ്റ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോം എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഒരു യൂസർ ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു വെബ് ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണതെങ്കിൽ വി നീഡ് ടു ആക്സസ് സം ഇൻഫർമേഷൻ ഫ്രം ദി യൂസർ ആൻഡ് പ്രോസസ് ഇറ്റ്. ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫോം കൺട്രോൾസ്. ദെൻ ഹൗ ടു ക്രിയേറ്റ് ആൻ ഇൻറ്ററാക്റ്റീവ് വെബ് പേജ് എന്നുള്ളത് നമുക്ക് പിന്നീട് പഠിക്കാനുണ്ട്. സെക്കൻഡും തേർഡ് മൊഡ്യൂൾ ഓൺവേർഡ്സ് നമ്മൾ ഇൻറ്ററാക്റ്റീവ് ഓർ ഡൈനാമിക് HTML പേജസ് എന്നാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫോം കൺട്രോൾസ് ആണ്. ഐ ഹോപ്പ് ഓൾ ആർ ഗെറ്റ് ദി കൺസെപ്റ്റ്. താങ്ക് യു സ്റ്റുഡൻസ്.